ഏത് ബിസിനസ്സാണ് ഭാവിയിൽ ഏറ്റവും നന്നായി റൺ ചെയ്യാൻ പോകണമെന്നുള്ളത് നമുക്കൊരിക്കലും ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ അതല്ലെങ്കിൽ നാളെ എന്ത് പ്രോബ്ലമാണ് വരാൻ പോകുന്നത് അതിനനുസരിച്ചായിരിക്കും നാളത്തെ മാർക്കറ്റ് വരിക. ഭാവിയിലുള്ള പ്രോബ്ലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ആളുകൾക്ക് എന്തായാലും ബെറ്റർ ഹെൽത്ത് കെയർ വേണ്ടി വരും, ബെറ്റർ എഡ്യൂക്കേഷൻ വേണ്ടി വരും. ഇപ്പോൾ ഹെൽത്ത് കെയറിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് ആവില്ല ഭാവിയിൽ ഉണ്ടാവുക. അപ്പോൾ അവിടെ വരുന്ന പ്രോബ്ലം സോൾവ് ചെയ്യണതാവും അപ്പോഴത്തെ ബിസിനസ് സ്കോപ്പ്. ഇനിയിപ്പോൾ എഡ്യൂക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് ആവശ്യമുള്ള എഡ്യൂക്കേഷൻ ആവില്ല മേ ബി അടുത്തൊരു ജനറേഷനിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരുന്ന കുട്ടികൾക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതല്ലെങ്കിൽ ടെക് ഡ്രീവൻ ഇൻഡസ്ട്രീസിൻ്റെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷനിലാവില്ല അപ്പോൾ ഉണ്ടാവുക. സോ ഫ്യൂച്ചറിൽ ഏത് ബിസിനസ്സാണ് ഏറ്റവും കൂടുതൽ സക്സസ് ആവുക എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. ഫുഡിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ആളുകൾ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ചിലപ്പോൾ ചൂസ് ചെയ്യും, പക്ഷെ അപ്പോഴും ട്രെൻഡ് മാറും. ആളുകൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡായിട്ട് ആവില്ല മേ ബി ഒരു 2 months കഴിഞ്ഞിട്ട് ഇഷ്ടമാവുക. അതേപോലെ തന്നെ ഫ്യൂച്ചറിലും വരും. ഫുഡിൻ്റെ ആണെങ്കിലും ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും. ഒരു ഔട്ട് ഓഫ് ഫാഷൻ ആവാത്ത ഒരേ ഒരു കാര്യമുള്ളൂ, അതായത് ആളുകളുടെ പ്രോബ്ലംസാണ്. ഈ ആളുകളുടെ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ ബിസിനസ് സക്സസ് ആവുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ആളുകൾക്ക് കാര്യങ്ങളൊക്കെ സുഖമായി നടക്കുക അതല്ലെങ്കിൽ ഹെൽത്തിയോടെ ഈസിയോടൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാവും ഭാവിയിൽ സക്സസ് ആവാൻ ചാൻസ്.